ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൊണ്ട് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകും. തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഋതുവിനെയാണ്. അപ്പം ഋതുവും ഇന്ദ്രനും ഉറക്കമൊക്കെ എഴുന്നേറ്റ് വരുമ്പോൾ, ഓ മഹാറാണി ഉറക്കം കഴിഞ്ഞ് എണീറ്റോ, എന്താ ചോദിച്ചത് ഇഷ്ടമായില്ലായിരിക്കും. ഋതു, ഒരു കാര്യം പറഞ്ഞേക്കാം, ദേ വലിയ കൊച്ചമ്മ കളിച്ച് ഇവിടെ ഇരിക്കാനൊന്നും പറ്റില്ല. ഉള്ള കാര്യം പറയുന്നതിന് എന്താ, അടങ്ങി ഒതുങ്ങി പറയുന്നതനുസരിച്ച ഇവിടെ നിൽക്കാം, മനസ്സിലായോ എന്ന് ചോദിച്ചു രാജലക്ഷ്മി. ആരും പറയുന്നതനുസരിച്ച്? സംശയം എന്താ, ഞാൻ പറയുന്നതനുസരിച്ച്. കൊള്ളാം, അത് മനസ്സിലായില്ല പോലും. നടന്നത് തന്നെ എന്നായിരുന്നു ഋതുവിന്റെ അഭിപ്രായം. ഋതു എന്ന് വിളിച്ചു ഇന്ദ്രൻ. പക്ഷെ എവിടെ, രണ്ടുപേരുടെ തമ്മി കൊമ്പി ഓർക്കുക. പ്രായപൂർത്തിയായ പെണ്ണാ ഞാൻ. ഒരു വീട്ടിൽ എന്ത് ചെയ്യണം ചെയ്യണ്ട, എങ്ങനെ ജീവിക്കണം എന്നൊക്കെ എനിക്ക് നന്നായി അറിയാം. അതിനി ആരും എന്നെ പഠിപ്പിക്കാനൊന്നും നിൽക്കണ്ട, അതാ ഞാൻ പറഞ്ഞത്. അപ്പം രാജലക്ഷ്മി ഇങ്ങനെ അടി കിട്ടിയ പോലെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ പാറുവിന് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഷോ ഉണ്ട്, കുറെ അറിയാം. എന്നിട്ടാണോ ഉച്ചവരെ കിടന്നുറങ്ങിയത്? ഇതിപ്പോ രാവിലെ 8:30. ഇതിന് ഉച്ച സമയമാണെങ്കിൽ വേറെ ഏതെങ്കിലും ഭൂഖണ്ഡത്തിൽ പോയി താമസിക്കേണ്ടി വരും. അത് മനസ്സിലാവാത്തത് കൊണ്ടാണോ ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല എന്നുകൂടി ഋതു പറഞ്ഞു. പിന്നെ സൂര്യോദയത്തിനു മുൻപ് എഴുന്നേറ്റ് കുളിച്ച് സിന്ദൂരമിട്ട് മുറ്റമടിച്ച് ആഹാരമുണ്ടാക്കി ദുഃഖപുത്രിയായിട്ടിരിക്കുന്ന കണ്ണീർ നായികയാണ് ഞാനെന്ന് കരുതരുതരെ. ഡാ, നിന്നെ മുന്നിൽ വെച്ച് ഇവൾ ഇത്രയൊക്കെ പ്രസംഗിച്ചിട്ടും നിനക്കൊന്നും പറയാനില്ലേ? അമ്മേ, ദേ ഋതു ഇങ്ങ് വന്നോട്ട് കേറിയതല്ലേ ഉള്ളൂ. അമ്മയ്ക്ക് കുറച്ച് മര്യാദക്കെങ്കിലും പെരുമാറിക്കൂടെ? ഇല്ല, എനിക്ക് ഇത്ര സൗകര്യപ്പെടൂ, പറ്റുന്നവര് മാത്രം നിന്നാ മതി എന്നായിരുന്നു അടുത്ത വാദം. ശരി എന്ന് അപ്പൊ ഇന്ദ്രൻ ഒരവസരം കാത്തിങ്ങനെ ഇരിക്കുകയായിരുന്നു, എങ്ങനെ പോകും എന്നോർത്ത്. എങ്കിലേ ഞങ്ങള് ഒരു കാര്യം അങ്ങ് തീരുമാനിച്ചു എന്ന് പറഞ്ഞു ഇന്ദ്രൻ. ഞങ്ങള് ഉടൻ തന്നെ ഞാനും ഋതുവും കൂടി പൊന്നുമടത്തിലേക്ക് താമസം മാറുക എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാജലക്ഷ്മിക്ക് ദേഷ്യം വന്നു കേട്ടോ അത് കേട്ടപ്പോ തന്നെ. അപ്പം ഋതുവിന് ഭയങ്കര സന്തോഷവും. അപ്പം പാറുവും ഇതെന്തോ ഒരു കള്ളത്തരാണല്ലോ എന്ന് പാറുവിനും ഫീൽ ചെയ്തു. അപ്പൊ വേഗം തന്നെ ഋതുവിന്റെ അടുത്തേക്ക് ചെന്നിട്ട്, ഋതു എന്ത് പറയുന്നു? ഇവിടെ അമ്മയുടെ ഷാഠ്യങ്ങളും കൽപ്പനകളും മാത്രമേ നടക്കൂ. ഇവിടെ എനിക്ക് വലിയ റോളൊന്നുമില്ല. അതുകൊണ്ട് തന്റെ വീട്ടിൽ താമസിക്കാൻ പറ്റുമോ? ഓ ഷുവർ, തീർച്ചയായിട്ടും. ഞാൻ അവിടെ പെൺമക്കൾക്കും ഭർത്താക്കന്മാർക്കും താമസിക്കാനുള്ള സൗകര്യം കണ്ടു തന്നെയാണ് അച്ഛൻ ആ വീട് കൺസ്ട്രക്ട് ചെയ്തത് തന്നെ. താൻ വേഗം പോയി റെഡി ആയിക്കോ. ശരി എന്ന് പറഞ്ഞു. അപ്പൊ രാജലക്ഷ്മി അങ്ങനെ നോക്കാണ് കേട്ടോ. അപ്പൊ ഇന്ദ്രനെ നോക്കിയിട്ട് കഷ്ടം തന്നെ. എന്താണെങ്കിലും മിടുക്കിയാണ് ഋതു ചേച്ചി. വന്ന ഉടനെ തന്നെ എന്തൊക്കെ പറഞ്ഞാലും ഭർത്താവിനെയും കൊണ്ട് വീട്ടിലേക്ക് പോകുന്നത് കണ്ടില്ലേ എന്ന് പാറു അങ്ങോട്ട് ഒരടി അടിച്ചു. ഇതൂടെ ആയപ്പോഴത്തേനും രാജലക്ഷ്മിക്ക് ദേഷ്യം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ രാജലക്ഷ്മി നേരെ ഇന്ദ്രന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഡാ എന്ന് വിളിച്ചു. ഡാ, നീ ഒരു പെൺകോന്നനായി പോയല്ലോടാ. അയ്യേ, അച്ഛ വീട്ടിൽ ചെന്ന് താമസിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഛേ, അമ്മ എന്താ വിചാരിച്ചത്? ഋതുവിന്റെ വാക്ക് കേട്ട് ഞാൻ അവളുടെ പിന്നാലെ പോവാണെന്നോ? പിന്നെ അല്ലാതെ പിന്നെ എന്തുവാടാ ഇത്? ഞാൻ എന്തിനാ അവളെ കല്യാണം കഴിച്ചത്? പൊന്നമ്മടത്തിലെ സമാധാനം അത് കളയാൻ വേണ്ടിയിട്ട് പല്ലവിയോട് എനിക്ക് പ്രതികാരം ചെയ്യാൻ. അതിനുള്ള ഏറ്റവും നല്ലൊരു വഴിയാ ഇത്, മനസ്സിലായോ എന്ന് ചോദിച്ചു. അത് നന്നായി. രാജലക്ഷ്മിയുടെ ആയുസിനും ഒരു ദോഷവും ഇല്ല. ഒരു വെടിക്ക് 2 പക്ഷി എന്ന മയക്കൂടെ പറഞ്ഞു. അപ്പൊ അതെ, രാജലക്ഷ്മിക്കും സന്തോഷമായി. അപ്പൊ പണി കൊടുക്കാനാണല്ലോ എന്നോർത്ത്. പിന്നെ പിറ്റേ ദിവസം രാവിലെ സേതുവിന് ചായയായിട്ട് പൂർണിമ ചെല്ലുകയാണ്. സേതു ചായ. നന്നായി, രാവിലെ ചൂട് വാർത്തകൾക്കൊപ്പം ഒരു ചൂട് ചായയെ. ഇത് രാവിലെ അല്ല, 1:30 മണി കഴിഞ്ഞു. എണീച്ചപ്പോ കുറച്ച് ലേറ്റായി പോയി. കല്യാണ തിരക്കൊക്കെ ഇപ്പോഴല്ലേ ഒന്ന് ഒതുങ്ങിയത് എന്ന് ഇങ്ങനെ സേതു ഇങ്ങനെ പറയണം. എന്താ അമ്മ എന്താ ഇങ്ങനെ നോക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അല്ല, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, നിന്റെ കല്യാണം നടക്കേണ്ടതല്ലായിരുന്നോ എന്ന് ഞാനൊന്ന് ആലോചിച്ചു പോയതാ സേതു. അപ്പൊ സേതുവിന് ആകെ വിഷമായി. അതൊക്കെ ഒന്ന് മറന്നു വരുമ്പോഴാണ് പൂർണിമയുടെ ഈ പറച്ചിലൂടി. അപ്പൊ വേഗം ഇവരിങ്ങനെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് സേതു. ഈനും ഋതുവും കൂടി ഇതേ പൊന്നുമടത്തിന്റെ പടി കടന്ന് അങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇവരെ കണ്ടപ്പോ തന്നെ എന്തോ പോലെ ആയിപ്പോയി. അപ്പൊ ഇന്ദ്രൻ ഇതേ ബാഗും കെട്ടും കിടക്കൊക്കെ ആയിട്ടാണ്. എന്താ മോളെ ഒരു മുന്നറിയിപ്പില്ലാതെ?
എന്റെ വീട്ടിലേക്ക് വരാൻ മുന്നറിയിപ്പ് വേണോ എന്ന് ചോദിച്ചു. എന്താ ഋതു, കാര്യം പറ എന്ന് പറഞ്ഞു. അവന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഒരു പ്രശ്നമില്ല. പ്രശ്നക്കാരി ജിത്തിന്റെ അമ്മയാ. എന്താ, എന്ത് പ്രശ്നം എന്ന് ചോദിച്ചു. അത് അവരുടെ വീടാണെന്ന്, മറ്റുള്ളവരൊക്കെ വെറും അടിമകളാണത്രേ, അതിനുവേണ്ടിയാ. ജിത്ത് പറഞ്ഞു നമുക്ക് ഇവിടെ വന്ന് താമസിക്കാം സ്ഥിരമായിട്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോന്നു എന്ന് പറഞ്ഞു. അല്ല, അമ്മയ്ക്ക് വിരോധമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചു. എന്ത് വിരോധം? അത് ഇപ്പൊ ഞാൻ എന്തിനാ വിരോധം? നിനക്കിവിടെ ഓക്കെ ആയിരിക്കുക, പക്ഷേ നിന്റെ ഭർത്താവിന് ഓക്കെ അല്ലെങ്കിലോ? അയ്യോ, അമ്മയ്ക്ക് എന്നെ അറിയാഞ്ഞിട്ടാ ഈ ലോകത്ത് എന്തിനോടും പൊരുത്തപ്പെട്ടു പോകുന്ന ആളാ ഈ ഞാൻ എന്നാണ് ഇന്ദ്രജിത്തിന്റെ മറുപടി. രണ്ടാളും അകത്തേക്ക് വാ എന്ന് പറഞ്ഞു. അപ്പൊ ഋതു സൂക്ഷിച്ചു പോണേ എന്നൊരു വെപ്പൂടെ ഇവൻ വെച്ചു. അപ്പൊ സേതുവിന് ദേഷ്യവും വരുന്നുണ്ട്, ഇറക്കി വിടാനും പറ്റില്ല. അപ്പൊ സേതു പെട്ടു നിൽക്കാണ്. അപ്പൊ വേഗം തന്നെ ഇന്ദ്രൻ അങ്ങോട്ടേക്ക് ചെന്നിട്ട് അപ്പൊ ഒന്ന് ചിരിച്ചു കേട്ടോ. അവൻ ചിരിച്ചിട്ട് നേരെ ചെന്നിട്ട് വേണമെങ്കിൽ ഇപ്പോ നീ വേണമെങ്കിൽ നന്നായിട്ടൊന്ന് ചിരിച്ചോ. ഇനി നിനക്ക് ചിരിക്കാൻ ചിലപ്പോ അവസരം കിട്ടിയെന്ന് വരില്ല. നിനക്കു മാത്രമല്ല ഈ വീട്ടിലെ ആർക്കും ഇനി സൗകര്യമോ സമാധാനമോ അത് കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ ഇന്ദ്രൻ അകത്തേക്ക് കയറാൻ തുടങ്ങുകയാണ്. വലതുകാല് വെച്ച് കയറണം എന്നാണ് നിബന്ധന. വലതുകാല് വെച്ചാൽ ഐശ്വര്യം ഉണ്ടാവും. എന്നാ വേണ്ട, ഇടതുകാല് മതി, സർവനാശം അത് മതി എന്ന് പറഞ്ഞ് ഇവൻ ഇടതുകാലൊക്കെ വെച്ച് നേരെ അകത്തേക്ക് കയറുകയാണ് കേട്ടോ. അപ്പൊ വേണ്ട ഇന്ദ്രപ്രസ്ഥത്തില് നമ്മുടെ പാറുവാണെങ്കിൽ അവിടെ ഇരുന്ന് എന്തോ ഫോൺ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്തേലും രാജലക്ഷ്മി വന്നിട്ട് ചോദിച്ചു. ഒന്നും കാണാത്ത മട്ടില് പാറു അങ്ങോട്ടേക്ക് തിരിഞ്ഞിരുന്നു. വേഗം രാജലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു. ഡി എന്താ എന്ന് ചോദിച്ചു. എന്താന്നോ? അല്ല അതെ, എന്താ എന്ന് തന്നെയാ ചോദിച്ചത്. വെറുതെ എന്നെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. അതെ, എന്തിനാ, നിനക്ക് മനസ്സിലാകാഞ്ഞിട്ടാണോ അതോ മനഃപൂർവ്വം മനസ്സിലായില്ല എന്ന് നടിക്കുന്നതാണോ? പറ. അതെ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന എന്താണെന്ന് ചെകഞ്ഞു നോക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. നീ എന്താടി ഞാൻ വന്നിട്ടും കാലിന്മേ കാല് കയറ്റി വെച്ചിരിക്കുന്നത്? അയ്യോ, അമ്മ വന്നെന്ന് വെച്ച് ഞാൻ എന്താ എന്റെ കാലർത്ത് ദൂരെ കളയണോ? നീ എടുക്കണ്ട, ഞാൻ പിടിച്ചൊഴിച്ചു തരാം നിന്റെ കാല്. ദേഹത്തളെ എന്റെ ദേഹത്തെ കാണും തൊട്ടാലുണ്ടല്ലോ എന്തു ചെയ്യൂടി? ഈ മോന്ത ഞാൻ അടിച്ചു വാരും. എന്നിട്ട് സ്ത്രീധന പീഡനത്തിന് ഞാൻ കൊണ്ടുപോയി കേസ് കൊടുക്കും. മനസ്സിലായതല്ലേ നിനക്ക്? ഒരു മരുമോള് വന്നുടനെ പോയത് കണ്ടോ? നിങ്ങളെ സഹിക്കാൻ ആരെ കൊണ്ട് പറ്റും? തമ്മിൽ ഭേദം ഞാനാണെന്ന് ഓർത്തോണം. മര്യാദയ്ക്ക് നിന്നാ നിങ്ങൾക്ക് കൊള്ളാം. പറഞ്ഞില്ലാന്ന് വേണ്ട. സൗകര്യം തരില്ലേ തള്ള. ഡി എന്ന് വിളിച്ചു. പക്ഷേങ്കിൽ രാജലക്ഷ്മി കൂടുതൽ കളിക്ക് പോയാൽ പണി കിട്ടുമെന്ന് രാജലക്ഷ്മിക്ക് മനസ്സിലായി. അപ്പൊ ദേഷ്യം പിടിച്ച് ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്ദ്രപ്രസ്ഥത്തില് രാവിലെ പിറ്റേ ദിവസം രാവിലെ ഇന്ദ്രൻ എഴുന്നേറ്റ് എക്സസൈസ് ഒക്കെ ചെയ്യാണ്. അപ്പോഴേക്കും ഹരി ഓട്ടോറിക്ഷ കഴുകാനായിട്ട് വെള്ളം പിടിക്കാൻ ബക്കറ്റും ഒക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വന്നു. അപ്പൊ ടാപ്പൊക്കെ തുറന്നു. അല്ല, എന്താ മോനെ ഒരു മൈൻഡ് ഇല്ലാത്തത്? അതെ, നിന്നെ എനിക്ക് പണ്ടേ ഇഷ്ടമല്ല, ഇപ്പൊ പിന്നെ തീരെ ഇഷ്ടമല്ല. അത് തന്നെ കാരണം. എടാ മോനെ, നീ പഴയ കഥയൊക്കെ അങ്ങ് മറക്ക്. ദേ ഇപ്പൊ നമ്മള് രണ്ടുപേരും പൊന്നും മടത്തിലെ മരുമക്കളാടാ. അപ്പൊ പിന്നെ നമ്മൾ ഒരുമിച്ച് നിൽക്കണ്ടേ എന്ന് ചോദിച്ചു. ദേ സത്യം, നാണവും മാനവും ഇല്ലാതെ അച്ഛ വീട്ടിൽ താമസിക്കാൻ വന്നവർ. എന്താ ശരിയല്ലേ? അപ്പൊ ഇത് ഹരിക്കൊന്ന് കൊണ്ടുപോട്ടോ. ഹരിക്കട്ടെ ചെറിയൊരു വെപ്പ് അങ്ങ് വെച്ചതാണ് ഇന്ദ്രൻ. എന്നടുത്തേരും സേതു അങ്ങോട്ടേക്ക് വരികയാണ്. എന്താടാ ഹരി മുഖമല്ലാണ്ടിരിക്കുന്നത്? ഒന്നുമില്ലേട്ടാ എന്ന് പറഞ്ഞു. ഇവൻ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചു. ഇല്ലേട്ടാ. അയ്യോ, ഞാൻ പറഞ്ഞു എന്ന് വേഗം ഇന്ദ്രൻ പറയുകയാണ്. അവനോട് ഞാൻ ചോദിക്കാതെ ഈ തകര കഷ്ണം പോലത്തെ ഉള്ള ഓട്ട കഴിച്ചിട്ട് ഒരു കാർ വാങ്ങാൻ പറഞ്ഞു. ഇപ്പൊ ചുമ്മാ നാണക്കേടം. ഡാ, ഇവിടെ ആർക്കും ഒരു നാണക്കേടുമില്ല. ഇയാള് പോയി ഇന്ദ്രപ്രസ്ഥത്തിലെ കാര്യത്തിന് അഭിപ്രായം പറഞ്ഞാൽ മതി. ഓ ആയിക്കോട്ടെ അമ്പ്ര എന്നും പറഞ്ഞ് ഏറാമൂളിയായി നിൽക്കണായിരിക്കും അല്ലേടാ. അതിന് അവരെ കിട്ടും. പക്ഷെ ഇത് ബ്രാൻഡ് വേറെയാ സേതു. ഞാൻ പറയുന്നത് നീ കേൾക്കും സേതു എന്ന് പറഞ്ഞു. അതിനുള്ള മസിൽ പവർ എനിക്കുണ്ട് എന്ന് പറഞ്ഞു. ഒന്നും നോക്കിയില്ല, വയറ് തീർത്തൊരു ഒറ്റയിടിയങ്ങ് വെച്ചു കൊടുത്തു സേതു. ആഹാ, നിനക്ക് മസിൽ പവർ ഉണ്ടല്ലേ? നീ ഇതേ ഇത്രയേ ഉള്ളു മോനെ നീന്ദ്ര എന്ന് പറഞ്ഞു. ഒരെണ്ണം കൂടി തന്നാലുണ്ടല്ലോ നീയെ ഇവിടെ നിന്ന് കാല് വഴി മൂത്രമൊഴിക്കും. കാണണോടാ നിനക്ക് എന്ന് ചോദിച്ചു. അപ്പൊ മിണ്ടാൻ പറ്റില്ലല്ലോ.
മേലിൽ ഒരു അഭ്യാസവും ദേ ഇവിടെ എടുക്കാം എന്ന് നീ കരുതണ്ട, എടുക്കും എന്ന് പറഞ്ഞു. പിന്നെ അത് മാത്രല്ല, നീ കേട്ടോ, ഇവിടെ എന്റെ സകല അഭ്യാസങ്ങളും ദേ ഈ പൊന്നുമടത്തിലിറക്കും. ഈ വീട് ഞാൻ നരകമാക്കി മാറ്റും, ഒരു സംശയവും വേണ്ട. അപ്പോഴേക്ക് ഹരിക്ക് ടെൻഷനായി. ഈ വീട് മാത്രല്ല കേട്ടോ, നിന്റെ പെങ്ങളുടെ ജീവിതവും ഞാൻ നാശകോശമാക്കും എന്നായിരുന്നു അഭിപ്രായം. അപ്പോഴേക്കും സേതുവിന് കൈ ഇങ്ങനെ മുഷ്ടി ചുരുട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. സേതു ദേഷ്യം സഹിക്കാൻ മേലാതെ. അപ്പൊ ദേ നിനക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാ നീ ചെയ്യടാ സേതു മാധവ. അപ്പൊ അതെ അവന്റെ കോൽവള്ളിക്ക് കയറി അങ്ങോട്ടേക്ക് പിടിച്ചു. നിനക്കറിയില്ല മോനെ ഈ സേതു ആരാണെന്ന്, നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ ഇവന്റെ കഴുത്തിനിങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുന്ന സമയത്താണ് ഋതു ചായയായിട്ട് വരുന്നത്. സേതുട്ടാ അത് ഋതു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സേതു വേഗം കൈ മാറ്റിയിട്ട് ഇവനെ അങ്ങോട്ട് പിടിച്ചിട്ട് ചിരിക്കുകയാണ്. അപ്പൊ തമാശേ. അപ്പൊ ഇവര് 3 പേരുടെ ഭയങ്കര ചിരി. ഇതെന്താ 3 പേരുടെ ഭയങ്കര തമാശയാണല്ലോ. നിന്റെ സേതു എന്നെ ഒരു അനുജനായിട്ട് കാണാൻ താല്പര്യമുണ്ട് എന്ന് പറയായിരുന്നു. ആണോ? സത്യാണോ? പിന്നല്ലാതെ സേതുട്ടൻ തന്നെ അങ്ങ് പറയട്ടെന്നേ. ആണോ സേതുട്ട എന്ന് ചോദിച്ചു. പിന്നല്ലേ, അങ്ങനെയല്ലേ വേണ്ടത്. ഒരനിയന്റെ സ്ഥാനത്താവുമ്പോ എനിക്ക് ശാസിക്കാം, നേർവഴിക്ക് നടത്താം, വേണമെങ്കിൽ 2 തല്ലും കൊടുക്കാം. എന്താ ശരി, കറക്റ്റ് അല്ലേ? ആശ്വാസം. സേതുവേട്ടൻ എന്താണെങ്കിലും ജിത്തിനെ അംഗീകരിച്ചല്ലോ. ഒരുപാട് സന്തോഷം സേതുവേട്ടാ. ദാ ചായ കുടിക്കുക എല്ലാവരും എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പം വേഗം തന്നെ എല്ലാവരും ചായ എടുത്തു. ചായ എങ്ങനെയുണ്ട്? അച്ചു ഇട്ടതാ എന്ന് പറഞ്ഞു. പിന്നെ അത് നല്ല ചായയല്ലേ എന്ന് പറഞ്ഞ് ശ്രീഹരിയും സേതുവും കഴിക്കുകയാണ്. അപ്പോഴേക്കും വേഗം തന്നെ അയ്യേ ഇത് വായി വെച്ച് കുടിക്കാൻ കൊള്ളില്ലല്ലോ എന്ന് പറഞ്ഞ് വേഗം തന്നെ ഇന്ദ്രൻ അതങ്ങ് ഒഴിച്ചു കളഞ്ഞു. അയ്യോ അതെന്താ എന്ന് ചോദിച്ചു. എനിക്ക് നിന്റെ കൈ കൊണ്ട് ഇട്ട ചായ മതി ഋതു. നീയല്ലേ മോളെ, നിന്റെ കയ്യിലൊരു ചായ ഇടും മുത്തേ. ജിത്തിന്റെ ഒരു കാര്യം. ശരി എന്നാ വാ, ഞാൻ എടുത്തു തരാം, വാ. അപ്പൊ ജിത്ത് ഇന്ന് സേതു എന്താ പറയാ അവന്റെ തോളി കയ്യും വെച്ച് അഭിമാനത്തോടെ ഇങ്ങനെ കയറി പോവാണ്. ഇത് കണ്ടപ്പോ തന്നെ ആകെ ദേഷ്യം വരുന്നുണ്ട്. പിന്നെ കാണുന്നത് നമ്മുടെ നേരെ കയറി വന്നിട്ട് നമ്മുടെ സേതു അച്ഛന്റെ ഫോട്ടോ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ പൂർണിമ അങ്ങോട്ടേക്ക് വന്നു. സേതു എന്തു പറ്റും മോനെ? അത് അമ്മേ. എന്താടാ കാര്യം പറ. ഞാൻ കാര്യം പറയാം എന്ന് വേഗം അച്ചു പറഞ്ഞുകൊണ്ട് അച്ചുവും ശ്രീഹരിയും അങ്ങോട്ടേക്ക് വരികയാണ്. എന്ത് കാര്യം എന്ന് ചോദിച്ചാ സേതു വേണ്ട ആലോചനയും ടെൻഷനും ഒക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാന്നേ. അത് നിനക്കിങ്ങനെ അറിയാം? ആർക്കായിപ്പം അറിയാൻ മേലാത്തത്? വലത് കാലം വെച്ച് ഒരു ദുർഭൂതം ഇവിടെ കയറിയിട്ടുണ്ടല്ലോ, ഇന്ദ്രജിത്ത്. അത് തന്നെയാവും സേതുവേട്ടന്റെ ആലോചന എന്ന് അച്ചു ഇങ്ങനെ പറയാണ്. അച്ചു, നിന്നോട് ഞാൻ ആദ്യമേ ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നോ, നീ മറന്നുപോയോ എന്ന് ചോദിച്ചു. ഋതുവിന് കൊടുക്കുന്ന എല്ലാ സ്നേഹവും പരിഗണനയും ഈ വീട്ടിലുള്ളവര് ഇന്ദ്രജിത്തിനും കൊടുക്കണം എന്ന് പറഞ്ഞു. അമ്മേ എന്തറിഞ്ഞിട്ടേ ഈ പറയുന്നത്? അമ്മ വിചാരിക്കുന്ന ആളല്ല ഇന്ദ്രജിത്ത്. അവന്റെ വീട്ടിൽ വന്നിരിക്കുന്നത് ഇവിടെ പ്രശ്നമുണ്ടാക്കാനാ, എല്ലാവരെയും തമ്മിൽ അകറ്റാനാ എന്ന് സേതു പറയാണ്. അപ്പൊ ശ്രീഹരിയും വേഗം അമ്മ വിശ്വസിക്കോ ഇല്ലയോ എന്നറിയില്ല, അയാള് ഒരു മുൻവിധി വെച്ചാണ് നടക്കുന്നത്. ഉദ്ദേശം നമ്മളെല്ലാവരുടെയും നാശാണ്, അത് മനസ്സിലാക്ക്. അപ്പൊ വേഗം തന്നെ പൂർണിമയ്ക്ക് അത് വിശ്വസിക്കാനേ പറ്റണില്ല. എല്ലാവരുടെ വെറുതെ എന്റെ നെഞ്ചില് തീ കോരി ഇടല്ലേ. അല്ല അവൻ ഇന്ദ്രജിത്ത് എത്ര നന്നായിയാ പെരുമാറുന്നത്. കൂടെ ജീവിക്കുന്ന ഋതു വരെ ഹാപ്പിയാ. പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താ പ്രശ്നം? എന്റെ അമ്മേ എന്നീ പറയുന്നത് എന്ന് ചോദിച്ചു. ഇതെങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് സേതു. അപ്പം ഇവരിങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ഹലോ എന്ന് വിളിച്ച് ഋതുവും ഇന്ദ്രനോട് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ കയ്യിൽ എന്തൊക്കെയോ കൊണ്ട് കയറി വന്നു കേട്ടോ. അല്ല എന്താ ഇവിടെ എല്ലാവർക്കും ഒരു ഗൂഢാലോചന എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്താ എന്നെ ഇവിടുന്ന് തുരത്താൻ പറ്റുവാണോ? മോനെന്താ അങ്ങനെ പറഞ്ഞത്? അമ്മേ പലരും പല നുണക്കഥലും പറഞ്ഞിട്ട് എന്നെ ഒരു വില്ലനാക്കി വച്ചിരിക്കുകയാണല്ലോ. ഞാൻ ആരാണെന്നും എന്റെ സ്നേഹം എന്താണെന്നും മനസ്സിലാക്കിയ ഒരേ ഒരാൾ എന്റെ ഋതുവ എന്ന് പറഞ്ഞ വേഗം ഋതുവിനെ ചേർത്ത് പിടിക്കുകയാണ്. അയ്യേ എന്ന് പറഞ്ഞ അച്ചു. അപ്പൊ ഇവർക്കെല്ലാം ഒരു പുച്ഛമാണ് തോന്നുന്നത് ഋതുവിന്റെ ഒരു അവസ്ഥ ഓർത്തിട്ട്. അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇനി അംഗം മുറുകാണ് കേട്ടോ. നമ്മുടെ ഇന്ദ്രൻ നെട്ടോട്ട് ആരംഭിക്കുകയാണ്. അപ്പൊ പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗൈൻ.